എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്തെ അവസാന ബജറ്റ് ഈ മാസം 29-ന് നടക്കും. പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ 29-ാം തീയതി അവതരിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതിയിൽ കുതിപ്പുണ്ടായി എന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കി. മാധ്യമ മേഖലയിലുള്ളവരുമായി പ്രീ ബജറ്റ് സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തവണ ക്ഷേമ ബജറ്റായിരിക്കും എന്നും അദ്ദേഹം സൂചിപ്പിച്ചു. വൃദ്ധജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അവരുടെ ജനസംഖ്യ ശതമാനം രാജ്യത്ത് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. വയോജന ആനുകൂല്യ സാമൂഹ്യക്ഷേമ സംവിധാനം സംസ്ഥാനത്ത് അനിവാര്യമായിരിക്കുന്നു. സർക്കാരിന്റെ നയപരിപാടികളിൽ അതുൾപ്പെടുത്തിയിട്ടുണ്ട് എന്നും ധനമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖ പദ്ധതി സംസ്ഥാനത്തിന്റെ ഭാവി വികസനത്തിന്റെ അത്താണിയാകും എന്നും അതിന് അനുസൃതമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് എന്നും അത് തുടരും എന്നും സർക്കാരിന്റെ വരുമാനം ലോട്ടറിയും മദ്യവുമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണം നടക്കുന്നുണ്ട് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ലോട്ടറിയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം മൊത്തം വരുമാനത്തിന്റെ 3% മാത്രമാണ്. ലോട്ടറിയെ തൊഴിൽ ക്ഷേമ പദ്ധതികളായിട്ടാണ് സർക്കാർ കാണുന്നത്. 5 വർഷമായി മദ്യത്തിന്റെ നികുതി കൂട്ടിയിട്ടില്ല. മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമാണത്. കേന്ദ്ര സർക്കാർ കഴുത്ത് ഞെരിക്കുമ്പോഴും സംസ്ഥാനം കൊതിക്കുകയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ധനമന്ത്രി പറഞ്ഞതിൽ നിന്നും അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ നിന്നും വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലും പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിന് ഇനി 4 നാൾ അവശേഷിക്കുമ്പോൾ നിയമസഭാ ഇലക്ഷന് വോട്ട് ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങളാകും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിക്കുന്ന 6ാമത്തെ ബജറ്റിൽ ഉണ്ടാകുക. ക്ഷേമ പെൻഷൻ വർധനവ്, റബ്ബറിന് താങ്ങുവില വർധനവ്, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ തുടങ്ങിയവ ബജറ്റിൽ ഇടം പിടിച്ചേക്കും. ക്ഷേമ പദ്ധതികൾക്ക് ഊന്നൽ നൽകും എന്ന് വാർത്താസമ്മേളനത്തിൽ ധനമന്ത്രി വ്യക്തമാക്കിയതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ 2000-ൽ നിന്നും 2500-ലേക്ക് എത്തിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. ക്ഷേമ പെൻഷൻ 2500-ലേക്ക് എത്തിക്കും എന്നുള്ളത് LDF സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. കഴിഞ്ഞ തവണ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് 400 രൂപ വർദ്ധിപ്പിച്ചപ്പോൾ ചെയ്യുന്നതേ പറയൂ എന്ന് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും പലതവണ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ പറഞ്ഞ കാര്യമാണ് 2500-ലേക്ക് എത്തിക്കും എന്ന്. അത് ഇനി വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ബജറ്റിൽ തന്നെയാണ്. വർദ്ധിപ്പിക്കുകയാണ് എങ്കിൽ 500 തന്നെയാകും വർദ്ധിപ്പിക്കുക. 2500-ലേക്ക് പെൻഷൻ എത്താൻ സാധ്യതയുണ്ട്. ഈ മാസം, അതായത് ജനുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ വിതരണം നാളെ ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ്. നാളെ വൈകുന്നേരത്തോടു കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തും. ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടില്ല എങ്കിലും ഓഫീസുമായി കഴിഞ്ഞ ദിവസം നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ 27-ാം തീയതി വിതരണം നടക്കും എന്ന് പറഞ്ഞു. നാളെ രാജ്യവ്യാപകമായി ബാങ്ക് ജീവനക്കാർ പണിമുടക്കുകയാണ് എങ്കിലും പെൻഷൻ വിതരണം നടക്കുകയാണ് എങ്കിൽ ഓൺലൈൻ ഇടപാടായതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നാളെ വൈകുന്നേരത്തോടു കൂടി തന്നെ തുക എത്തിത്തുടങ്ങുന്നതായിരിക്കും. മറ്റന്നാൾ മുതൽ പെൻഷൻ വിതരണം ബാങ്ക് അക്കൗണ്ടിലേക്ക് സജീവമാകും. ഈ മാസം 30-ഓടുകൂടി കയ്യിലും പെൻഷൻ വിതരണം സജീവമാകുന്നതാണ്. അടുത്ത മാസം 5-ഓടുകൂടി എല്ലാവർക്കും ജനുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ എത്തിച്ചേരുന്നതുമാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണോ എന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക്